ഇവിടെ തന്റെ ശിഷ്യന്മാർക്ക് പഠിക്കുവാൻ ഈ വാക്യം വായിച്ച് നമുക്ക് പഠിക്കുവാൻ ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പത്രോസിന് യേശുവിൽ വിശ്വാസമാണ്. അവൻ യേശു വരാൻ പറഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിറങ്ങി. അവൻ നടക്കുകയാണ്. ഇന്ന് വരെ യേശു വെള്ളത്തിൽ നടന്നതിന് ശേഷം വെള്ളത്തിൽ നടന്ന ഒരു വ്യക്തിയുള്ളൂ, പത്രോസാണ്. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് നടക്കുക. കാറ്റുണ്ട്, തിരമാലകൾ അടിക്കുന്നുണ്ട്, പ്രതികൂലങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവൻ യേശുവിലേക്ക് നടക്കുക. ഇന്ന് രാത്രി ചിന്തിക്ക്, നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കാണും, തിരമാലകൾ ആഞ്ഞടിച്ചെന്നിരിക്കുക. പക്ഷെ ഇന്ന് രാത്രിയും വചനവുമായി ഇവിടെ കടന്നു വന്നത് യേശുവിലുള്ള വിശ്വാസം കൊണ്ട്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇതാ ഇവൻ പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കാറ്റ് കണ്ടു. ഒരു നിമിഷം, വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും സെക്കൻഡിന്റെ ഒരംശം ഒന്ന് മാറി. എന്തോ സംഭവിച്ചു, എന്തോ സംഭവിച്ചു? അവൻ മുങ്ങുവാൻ തുടങ്ങി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ മുങ്ങുവാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വെള്ളത്തിലേക്ക് ഒരു സാധനം ഇട്ടാൽ അതെന്തുവാ ചെയ്യുന്നത്? ബിമ്മെന്ന് താഴ്ന്നു പോലെ. പത്രോസ് എന്തോ ചെയ്യുന്നേ? നിമിഷം നേരം കൊണ്ട് വെള്ളത്തിനടി പോയോ? മുങ്ങാൻ തുടങ്ങി. കപ്പല് മുങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? അതിനകത്ത് വെള്ളം കയറി അത് പതുക്കെ 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 താഴ്ന്നു പോകുന്നതിനാ മുങ്ങാൻ തുടങ്ങി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. പത്രോസ് മുങ്ങാൻ തുടങ്ങി. എന്താ പത്രോസ് മുങ്ങി? വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കാറ്റുണ്ട്, തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ട്, ഇതിന്റെ നടുവിൽ യേശു അവിടെ നിൽക്കുന്നുണ്ട്. തിരമാലയുടെ മുകളിലാണ് യേശു നിൽക്കുന്നത്. വെള്ളത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല, പക്ഷെ പത്രോസ് മുങ്ങുകയാണ്. അല്പനേരം മുമ്പ് വരെ നടന്നവൻ കഴിഞ്ഞ ദിവസം വരെ വിശ്വാസത്തിൽ ചലിച്ച ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ വിശ്വാസത്തിന്റെ നിലവാരം അല്പം കുറഞ്ഞിട്ടുണ്ടോ? നിന്നെ തകർന്നു പോകാനല്ല ദൈവം വിളിച്ചത്. നിന്റെ ആട് ശേഷി നിപ്പുണ്ട്. നിന്റെ വിശ്വാസം മറ്റുള്ളവരെ കാണാൻ പോകും. നീ ശ്രദ്ധിച്ചാട്ടെ. യേശു ചോദിച്ചു, എന്തോ ചോദിച്ചേ? അവനൊരു പേര് വിളിച്ചു, അല്പവിശ്വാസി. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ വിശ്വാസം ബലമുള്ളതായിരിക്കും. യേശു നിന്റെ കൂടെ ഇല്ലെങ്കിലും ഈ വിശ്വാസം നിന്നെ നടത്തും. എത്ര അദ്ദേഹത്തിന് മഹത്വം കൊടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. ഈ പ്രതലം എന്തുവാ? സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കുന്ന യേശു അതുപോലെ അവിടെ നിൽക്കുന്നു. പക്ഷെ പത്രോസ് മാത്രം മുങ്ങുകയാണ്. അവിടെ പറയുന്നു, അവൻ സംശയിച്ചു. ശ്രദ്ധിക്കണം, രണ്ട് പദങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വിശ്വാസം, രണ്ട് സംശയം. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ചാടുക എന്നർത്ഥം. അതേപോലെ തന്നെ ഫിയർ, ഭയം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവിടെ സംശയത്തിന്റെ ഒരു നിലവാരം ഉയർന്നു വരികയാണ്. എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. അതുകൊണ്ട്
നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? उससे हम क्या कर सकते हैं? Praise the Lord. എന്ത് ചെയ്യാൻ സാധിക്കും? क्या कर सकते हैं? നമ്മൾ പറയും, हम कह सकते हैं എനിക്കൊരുപാട് പ്രശ്നങ്ങളാ, मुझे बहुत समस्याएं हैं, എനിക്കൊരുപാട് പ്രശ്നങ്ങളാ, संकट है मेरे चारों तरफ, എന്റെ അടുത്തുള്ള ആൾക്ക് അത്രയും പ്രശ്നമില്ല. मेरे पास जितने भी व्यक्ति उनको उतनी संकट नहीं है. Praise the Lord. हालेलुया. നമ്മൾ പലപ്പോഴും ആരാധിക്കാൻ വരുമ്പോ हम काफी बार आराधना करते समय ദൈവം എപ്പോഴും എന്റെ ഒരു വിടുതൽ നടക്കുന്ന प्रभु ചിന്തിക്കുന്നത്. कभी मुझे एक छुटकारा मिलेगा. ഹല്ലേലൂയ. हालेलुया. പലരും വിടുതലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആരാധിക്കുന്നത്. काफी व्यक्ति छुटकारा को देखकर आराधना करते हैं. ഹല്ലേലൂയ. हालेलुया. ഇവിടെ പത്രോസിന് ആരാധിക്കാനൊന്നും സമയമില്ല. यहाँ पे पत्रस को आराधना करने का समय नहीं है. ഹല്ലേലൂയ. हालेलुया. ഇവിടെ പത്രോസ് മുങ്ങുകയാ. यहाँ पे पत्रस जो है धूप लगावे. ഹല്ലേലൂയ. Praise the Lord. ഈ സമയത്ത് കർത്താവ് കൈ കൊടുത്തില്ലെങ്കിൽ इस समय पर यदि प्रभु ने हाथ नहीं दिया പത്രോസ് മുങ്ങിപ്പോകും. बिल्कुल वो डूब जाए. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ആത്മീക സത്യം മനസ്സിലാക്കണം. लेकिन आज रात को एक आत्मिक सच्चाई आपको मालूम ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ദൈവവേദനെ, प्रभु परमेश्वर को पुकार कर पैरों को रखने वाले परमेश्वर के संतानों, നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. कभी डूबने के लिए प्रभु अनुमति नहीं देगा. Praise the Lord. हालेलुया. Praise the Lord. हालेलुया. ഒരുപക്ഷെ നീ മുങ്ങാൻ തുടങ്ങുമായിരിക്കും. शायद तुम डूबने के लिए शुरू होते हो, അതിനു മുമ്പ് കരം നീട്ടപ്പെടും. उससे पहले ही हाथों को बढ़ाया जाता है. അതിനു മുമ്പ് കരം നീട്ടപ്പെടും. उससे पहले हाथों को बढ़ाया जाता है. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമേ സ്തോത്രം ചെയ്താൽ. Praise the Lord. हालेलुया. നമുക്കറിയാം മതപരമായിട്ടുള്ള കാര്യങ്ങൾ. हमें मालूम है धर्म के प्रतीक की बातों. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെ കേരളത്തിലേക്ക് കടന്നുപോയി. मैं पिछले दिवसों में केरला में था. അവിടെ മുനിസിപ്പാലിറ്റിയിലെ കട എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് ഞാൻ കടന്നുപോയത്. मैं म्युनिसिपैलिटी डिपार्टमेंट में गया. मेरा डेट ऑफ बर्थ थोड़ा बदलना था मुझे. ഞാൻ അവിടെ ചെന്നപ്പോൾ मैं वहां पे जाते समय അവിടുത്തെ സ്റ്റാഫ് वहां का एक व्यक्ति स्टाफ അവിടെ എനിക്ക് വേണ്ടി ആ പേപ്പേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. वहां का वो मेरे लिए जो पेपर्स है लेके आ रहा है. वो ഏകദേശം ഉച്ച സമയമായി. लगभग एक दोपहर का समय हो चुका. ഈ ഉച്ച സമയമായപ്പോൾ ये दोपहर के समय പെട്ടെന്ന് ഇദ്ദേഹം അവിടെ തന്നെ ഒരു പായം കിട്ടും. जल्दी से वो व्यक्ति वहीं पर एक मैट डाल दिया. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. वहां पे वो बैठ के प्रार्थना करने लगा. Praise the Lord. हालेलुया. അനേകരും റിലിജിയൻ എന്ന് പറയുമ്പോൾ सारे व्यक्ति काफी व्यक्ति धर्म बताते समय അത് മറ്റുള്ളവർക്ക് കാണുന്ന ഒരു നിലവാരത്തിലാണ്. काफी व्यक्तियों को देखने लायक ही कुछ कामों को करते हैं. നിങ്ങൾ ശ്രദ്ധിക്കണം. लेकिन आप ध्यान से सुनो. രാവിലെ ഒരുവൻ പള്ളിയിൽ പോവുകയാണ്. सवेरे के समय एक व्यक्ति आराधना के लिए चर्च जाता है. നമ്മുടെ പെന്തക്കോസ്ത് പള്ളിയല്ല, हमारे एक पेंटिकोस्टल आराधना സാധാരണപ്പെട്ട ഒരു പള്ളി, साधारण ഒരു സാമുദായിക ചർച്ച. അവിടെ കടന്നുപോയി അവൻ പ്രാർത്ഥിക്കുക. वहां जाकर वो प्रार्थना करता है. ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. एक विग्रह के सामने खड़े वो प्रार्थना करता है. പ്രാർത്ഥിച്ചതിന് ശേഷം प्रार्थना करने के बाद അവൻ മടങ്ങി പോവുകയാണ്. अपने घरों में वापस जाता है. ഒന്നും സംഭവിക്കുന്നില്ല. कुछ नहीं हो रहा. മനസ്സിലാകുന്നുണ്ടോ? मेरी बात समझ आ रही है आपको? അതാണ് മതം എന്ന് പറയുന്നത്. वही है धर्म बताया जाता है. എന്നാൽ ആത്മാവിൽ വീണ്ടും ജനിച്ചവൻ, लेकिन आत्मा में उद्धार प्राप्त करने वाला एक व्यक्ति അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ परमेश्वर से प्रार्थना करने के लिए घुटना टेकते समय അവന്റെ മുൻപിൽ ഒന്നും കാണത്തില്ല. उसके सामने कुछ दिखाई नहीं देता. ആ സാഹചര്യങ്ങളുടെ നടുവിൽ उस समस्याओं के बीच में അവൻ വിശ്വസിച്ചിട്ട് പറയും, वो विश्वास कर जाएगा, എന്റെ ദൈവം എന്നെ നടത്തും. मेरा प्रभु मुझे चलाएगा. ഹല്ലേലൂയ. हालेलुया. എന്റെ ദൈവം എന്നെ നടത്തും. मेरा प्रभु मुझे चलाएगा. നിങ്ങൾ ശ്രദ്ധിക്കണേ. मुझे ध्यान से सुनने पाए. മോശയുടെ ദൈവം പറഞ്ഞു, मूसा से प्रभु बताता നീ ജനത്തെ കൊണ്ടുപോകണം. इस जन को लेकर तुम जाओ. അവര് വന്നു നിൽക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിലാണ്. वो आकर खड़ा है लाल समुद्र के सामने. ഈ ജനം മൊത്തം നിലവിളിക്കുക. ये पूरे के पूरे लोग इसके खिलाफ बातें कर रहे हैं. നോക്കണം, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. ध्यान से सुनो, ये लीडरशिप बड़ी बात है. മോശയോട് ചോദിക്കുക, मूसा ने पूछा जाता है, നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ? ये तू क्या हमें मारने के लिए क्या आया है यहाँ? ഹല്ലേലൂയ. हालेलुया. പാസ്റ്റർ വന്ന് പറയും, पास्टर आके कहता है, സഹോദരി വിശ്വസിക്കും, बहन विश्वास करो, ദൈവം നിന്നെ വിടുവിക്കും. प्रभु तुम्हें छुड़ाएगा. ഇത് കേൾക്കുമ്പം ഒരുമാതിരിയൊക്കെ പാസ്റ്റർ പറഞ്ഞു കേട്ടങ്ങ് വിശ്വസിക്കും. ये सब सुनते समय बहुत सारी बातें हम विश्वास तो जरूर करते हैं. ഈ ഞായറാഴ്ചയെങ്കിലും പോയി ദൈവത്തെ ഒന്ന് ആരാധിക്കണം എന്ന് പറയും. एटलीस्ट इतवार को जाके आराधना करना चाहिए. ഞായറാഴ്ച വന്ന് ആരാധിച്ചു കഴിയുമ്പോൾ इतवार आके आराधना करने के बाद ആരാധനയൊന്നും വരത്തില്ല. आराधना तो नहीं आएगा. പാസ്റ്റർ പറഞ്ഞു വിടുവിക്കാൻ ദൈവം. पास्टर ने कहा प्रभु छुड़ाएगा. അതുകൊണ്ട് ആ വിടുതലിന്റെ ചിന്തകളുമായി നിൽക്കുകയാണ്. इसलिए केवल छुटकारे की चिंता के साथ हो. പിന്നെ പറയും, उसके बाद कहते हैं, ഓ ആരാധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. आराधना करके कोई मतलब नहीं. Praise the Lord. हालेलुया. നിങ്ങൾ ശ്രദ്ധിക്കണം, ध्यान से सुनने पाए. ഇവിടെ മോശ നിൽക്കുകയാ. यहाँ भी मूसा खड़ा है. മോശയോട് പുറകുറുക്കുക. मूसा इस प्रकार खिलाफ खुड़खुड़ा कर रखा ഞങ്ങൾ है. അവിടെ നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. वहां पे खड़े से कितना अच्छा था. ഇപ്പൊ ഞങ്ങളെ വെറുതെ നാണം കെടുത്താൻ വേണ്ടി വിളിച്ചോണ്ട് വന്നില്ലേ? हमें केवल निंदा करवाने के लिए यहाँ पे लेके आए हैं. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. Praise the Lord. അപ്പോൾ ഈ ചെങ്കടൽ നിൽക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ लाल समुद्र के सामने खड़े समय പുറകിൽ പറവൻ വരികയാണ്. पीछे फिरौन आता है. അവൻ ഒറ്റയ്ക്കല്ല, വരുന്ന സൈന്യമായിട്ടാണ്. एक बड़ी सेना के साथ आता है. പ്രശ്നം കൂടുകയാണ്. समस्या बढ़ रहा है.
മരുഭൂമി നടന്ന് ക്ഷീണിച്ചു, मरुभूमि में चल चल के थक गए हैं, അതുകൂടാതെ പുറകിൽ നിന്ന് ശത്രു പിടിക്കാനും കൂടെ വരിക. पीछे से शत्रु भी पकड़ने के लिए आ रखा है. ദൈവം മോശയോട് പറഞ്ഞു, प्रभु ने मूसा से कहा, നീ ഈ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. तुम इस लोगों को कहो आगे जाने के लिए. മുമ്പിൽ വഴിയുണ്ടോ? सामने तो जगह बिल्कुल नहीं है. ഇതാ വിശ്വാസം. यही विश्वास है. മനസ്സിലാവുന്നുണ്ടോ? क्या बात तुम समझ में आ रहा है? മുമ്പിൽ വഴിയില്ലാത്ത സാഹചര്യത്തിൽ जहाँ पे रास्ता नहीं है, നീ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് പറയുന്ന പേരാണ്, तुम सुनने वाले प्रभु परमेश्वर के वचनों का नाम है വിശ്വാസത്തിന്റെ നടപ്പെന്ന്. विश्वास के कदम. हालेलुया. വഴി തുറന്നു വരുമ്പോഴല്ല നീ വിശ്വസിക്കേണ്ടത്. रास्ता खुलने के बाद तुम विश्वास नहीं करते हो. വഴിയില്ലാതെ വഴി അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശ്വസിക്കണം. അതിനാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാ ഓ ഹല്ലേലൂയ. അതാ തുറക്കാതിരിക്കുന്ന വാതിലിനെ തുറപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചെങ്കടൽ തുറക്കണമോ? यदि लाल समुद्र खोल जाना है, എന്റെ കാല് വെക്ക്. तुम्हारा पैर रखना जरूरी है. Praise the Lord. हालेलुया. ഹല്ലേലൂയ. हालेलुया. അന്ന് വരെ ചെങ്കടൽ തുറന്നിട്ടില്ല. तब तक लाल समुद्र कभी खुला नहीं. അന്ന് വരെ ഒരുത്തനും പൊട്ടനായിട്ടില്ല. तब तक कोई भी व्यक्ति एक बुद्धू नहीं बना है. പക്ഷെ ഈ സാഹചര്യത്തിന് നടുവിൽ ഒരുത്തൻ അങ്ങ് പൊട്ടനായി. लेकिन इस संदर्भ के बीच में एक व्यक्ति पागल हो गया. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ മുമ്പിൽ, നിന്റെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ, समस्याओं के बीच, നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, के बीच, നിന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളുടെയും മധ്യത്തിൽ നീ ഒരു പൊട്ടനെ പോലെ संकट के बीच में ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വഴികൾ തുറക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം ഒരുത്തനെ തെരഞ്ഞെടുക്കുന്നത് വെറുതെ അല്ല. किसी व्यक्ति को चुनता है तो ऐसे ही नहीं चुनता. ഒരു പക്ഷെ അവൻ പറയും ഞാൻ പൊട്ടനാ, വിക്കനാ, शायद वो व्यक्ति कहेगा कि मैं गूंगा हूँ, मैं बुद्धू हूँ, मैं पागल हूँ, എനിക്ക് അതിനുള്ള കഴിവില്ല. मुझे ज्यादा बोलने का एक संदर्भ नहीं. നിങ്ങൾ മോശം എടുത്ത് നോക്ക്. यदि तुम मूसा को लेके बहुत देखोगे, ദൈവം പറയുന്നത് കേൾക്കുവാൻ അവൻ അനുസരിക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതി അവൻ ഇല്ലായിരുന്നെങ്കിൽ, यदि प्रभु परमेश्वर सुनने के लिए एक मन चिंता है उसके अंदर नहीं होता, തന്റെ ജനത്തിന് വേണ്ടി വഴി തുറക്കപ്പെടത്തില്ല. प्रभु परमेश्वर के लोगों के लिए മോശ പഠിച്ചത് എവിടെയാണെന്നറിയാമോ? लेकिन कहाँ पर वो जीतता है, അവൻ വളർന്നത് എവിടെയാണെന്നറിയാമോ? कहाँ पर वो बड़ा आपको मालूम है? മിസ്രൈമിലാ. वो मिस्र के बीच में, മിസ്രൈമി ജ്ഞാനത്തിലാ അവൻ വളർന്നത്. मिस्र के ज्ञान में बड़ा है. അവൻ പഠിച്ച സ്കൂളിൽ वो पढ़ने वाले स्कूल में ഒരിക്കലും ചെങ്കടൽ തുറക്കുന്ന കണ്ടിട്ടില്ല. लाल समुद्र खुला हुआ कहीं नहीं देखा. പക്ഷെ അവൻ എല്ലാം വിട്ട് ദൈവത്തിന്റെ കൂടെ ഇറങ്ങിയപ്പോൾ, लेकिन सब कुछ छोड़ के प्रभु के पास आने के बाद അവന്റെ അകത്തിരുന്ന ചിന്താ മണ്ഡലങ്ങളെ, സങ്കല്പങ്ങളെ അവൻ മാറ്റിക്കളഞ്ഞു. उसके अंदर रहने वाले प्रभु परमेश्वर के सारे मन की संकल्प प्रभु ने हटा दिया. പൗലോസ് പറയുകയാ, ഒരു നിമിഷം പൗലോസ് പറയുകയാ, पौलुस बताता इस प्रकार, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ हमारे जो संघर्ष की युद्ध के हथियार है ജൈവികങ്ങളല്ല, शारीरिक नहीं है, നമുക്ക് വിരോധമായി ഉയർന്നു വരുന്ന സങ്കല്പങ്ങൾ. हमारे विरोध में खड़ा होने वाले सारे संकल्प ഇതാ വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.